ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പെഹൽഗാമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ്സ്, ഇൻവെസ്റ്റിഗേഷൻ്റെ ഡെവലപ്മെന്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. അതിലുപരിയായിട്ട് മിഡിൽ ഈസ്റ്റിൽ കുറച്ച് ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സിറിയ ഇസ്രായേൽ വീണ്ടും ഒരു ചെറിയ തർക്കം. അപ്പോൾ അതിലൂടെ കുറച്ച് വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ പെഹൽഗാമിൽ ഇപ്പോഴത്തെ നിലവിലെ ഡെവലപ്മെന്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ടെത്തലുകൾ NIA കണ്ടെത്തിയിട്ടുണ്ട്. NIAയുടെ ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ആദ്യമേ NIA കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു ചൈനീസ് അൾട്രാ ഹൈ എൻഡ് ഒരു ഡിവൈസ് ഈ തീവ്രവാദികളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ അൾട്രാ ഹൈ എൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ അത് ചൈനീസ് മെയ്ഡ് ആണ്. ഇത് എന്തിനു ഒരു ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഈ ഡിവൈസിൽ GPS ചൈനയുടെ ബൈഡു എന്ന് പറഞ്ഞ ഒരു ആപ്പ് ത്രൂ വളരെ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, അതായത് രഹസ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സെറ്റപ്പ്. സാധാരണ ഇവർക്ക് സിം ഇട്ട് ഉപയോഗിക്കാനും പറ്റും, അത് ഡ്യുവൽ പർപ്പസ് ആണ്. ആ രീതിയിലുള്ള ഒരു ഹൈ എൻഡ് ഡിവൈസ് ഇവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ. കശ്മീർ മേഖലയിൽ കംപ്ലീറ്റ് ആയിട്ട് ചൈനയുടെ സിഗ്നലുകൾ എവിടെയൊക്കെ GPS സിഗ്നൽ വരുന്നുണ്ടോ അതെല്ലാം തന്നെ ജാം ചെയ്തിരിക്കുകയാണ്. അതെല്ലാം GPS ജാമർ കശ്മീരിൽ നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെയും ചൈനീസ് സിഗ്നലുകൾ എവിടെയൊക്കെ കടന്നു വരുന്നുണ്ടോ അവിടെ എല്ലാം തന്നെ GPS ജാമർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കാരണം ചൈനയുടെ ഈ ഒരു കടന്നുകയറ്റം തടയേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്. കാരണം പാകിസ്ഥാനിലുപരിയായിട്ട് ചൈനയാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് കളക്ട് ചെയ്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യം. ആ രീതിയിൽ രണ്ടുപേരും കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇത് സാധാരണ ഭീകരവാദികൾ നടത്തുന്ന രീതിയിലുള്ള ഒരു ആക്രമണമല്ല അവിടെ നടത്തിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൈനിക പ്രവർത്തകൻ ഏത് രീതിയിൽ പെരുമാറുമോ ആ രീതിയിലാണ് ഇവരുടെ ഈ ഒരു തോക്ക് കൊണ്ടുള്ള പ്രയോഗം. ആ പ്രയോഗമാണ് ശരിക്കും പറഞ്ഞാൽ NIA വളരെ ഡീപ്പായിട്ട് എടുത്ത് അനാലിസിസ് ചെയ്തത്. ആ അനാലിസിസിലാണ് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത് SSG, നമ്മൾ ഇത് ഈ ഒരു ആക്രമണം നടന്ന പിറ്റേ ദിവസം തന്നെ SSGയുടെ യൂണിഫോം ആണ് ഈ ഒരു ഭീകരർ ധരിച്ചിരുന്നത് എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. SSGയുടെ കമാൻഡോ ട്രെയിനിങ് നേടിയ ആൾക്കാരാണ് ഈ ഒരു ഭീകരവാദികൾ. ഇതിൽ കൂടുതൽ തെളിവ് പാകിസ്ഥാനുമായിട്ട് ബന്ധിപ്പിക്കാൻ വേറെ എവിടെ നിന്നും ആവശ്യമില്ല. ചൈനയുടെ ഇൻവോൾവ്മെന്റും ഇവിടെ വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഇൻവോൾവ്മെന്റും വളരെ വ്യക്തമാണ്. ഈ ഹാഷിം മൂസ എന്ന് പറഞ്ഞ വ്യക്തിയാണ് SSG കമാൻഡോ. പാകിസ്ഥാനെ പൂട്ടാൻ ഈ ഒരു ഒറ്റ വ്യക്തി മതി. ഈ ഒറ്റ വ്യക്തിയെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു. അത് ലീഗലി പൂട്ടാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, അമേരിക്ക വന്നു, ചർച്ചകളൊക്കെ നടത്തി, ഭയങ്കരമായിട്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വിട്ടിട്ട് അങ്ങ് പോയി. JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് ഇന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞത്? അതായത് ഇന്ത്യക്ക് പ്രതികരിക്കാനുള്ള പെർമിഷൻ ഉണ്ട്, ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, പക്ഷേ അത് പരിധി വിട്ടു പോകരുതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഒരു തീവ്രവാദ ആക്രമണം ഇന്ത്യക്കുള്ളിൽ നടത്തിയ പാകിസ്ഥാനെ ഏത് രീതിയിലാണ് അവരെ കണ്ടംപ്റ്റ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ മേളിൽ എന്തെല്ലാം സാങ്ഷൻസ് കൊണ്ടുവരുന്നു അമേരിക്ക, അതേ രീതിയിലുള്ള സാങ്ഷൻസ് ആണ് പാകിസ്ഥാന്റെ മേളിൽ കൊണ്ടുവരേണ്ടത്. എന്തുകൊണ്ട് അമേരിക്കൻ ഭരണകൂടം ഇതിന് തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അമേരിക്കയിൽ തന്നെ ഏറ്റവും വലിയൊരു ഡയസ്പൊറ, ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡയസ്പൊറയാണ് ഇന്ത്യൻ ഡയസ്പൊറ. എന്നിട്ട് തന്നെ ഇവരൊക്കെ ഈ രീതിയിലാണ് പെരുമാറുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ കാര്യം ഇന്ത്യക്ക് നോക്കാൻ അറിയാം. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പല തവണ ട്രംപ് ഇരന്ന് കാലി വീണ് ചോദിച്ചിട്ടും കശ്മീർ വിഷയത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ് ഇന്ത്യ മാറ്റി നിർത്തിയത്. ഇപ്പൊ പാകിസ്ഥാൻ കൊണ്ടുവന്ന് നമ്മളല്ല ഇപ്പൊ അവരെ ക്ഷണിച്ചു വരുത്തിയെങ്കിലും ഇന്നത്തെ ഒരു സ്ഥിതിഗതികൾ വെച്ചിട്ട് അമേരിക്കയ്ക്ക് പോലും, അതായത് ഒരു കാലഘട്ടത്തിൽ പാകിസ്ഥാനോടൊപ്പം ഉറ്റ ചങ്ങാതിയായിട്ട് നിന്നിരുന്ന അമേരിക്കയ്ക്ക് പോലും ഇപ്പൊ അവരുടെ സൈഡിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെ കരുതിയാൽ മതി ഇതിനെ. അതിലുപരിയായിട്ട് നമ്മളൊന്നും അമേരിക്കയുടെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അമേരിക്ക ഇന്ത്യയുമായിട്ട് ആ ഡീപ്പ് ലെവലിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിലപാടല്ലല്ലോ. ഈ 26 പേര് കൊല്ലപ്പെട്ട ആ ഒരു രംഗം എത്ര പൈശാചികമായിട്ടാണ് അവർ ആ കുറ്റകൃത്യം നടത്തിയത്. ആർക്കാണ് അറിയാത്തത് ഈ ഒരു തീവ്രവാദ പ്രവർത്തനം പാകിസ്ഥാനുള്ളിൽ നിന്നാണ് വരുന്നതെന്നുള്ളത്? ഇത് നമ്മളിനി പറഞ്ഞു പഠിപ്പിക്കണോ? ഒസാമയെ അമേരിക്ക പാകിസ്ഥാനിൽ പോയിട്ടല്ലേ വധിച്ചത്? പിന്നെ ഇതിലുപരിയായിട്ട് നമ്മൾ എന്ത് തെളിവാണ് കൊടുക്കേണ്ടത്? ഇപ്പം അമേരിക്ക ഇന്ത്യയിലോട്ട് കൈമാറിയ റാണ ഒരു പാകിസ്ഥാൻ ഒറിജിനല്ലേ, അവരുടെ ISIയുടെ ഏജന്റ് ആയിരുന്നില്ലേ? ഇതിലുപരി എന്ത് തെളിവാണ് വേണ്ടത്? അപ്പൊ ഇതൊക്കെ തന്നെയാണ് പല രാജ്യങ്ങളുടെയും ഇരട്ടത്താപ്പ്. ഇന്ത്യ സ്വമേധയാ വളരെ സ്ട്രെങ്തൻ ആയിട്ട് നിൽക്കേണ്ട ഒരു സമയമാണ്. ഇന്ത്യക്ക് ഇന്ത്യയുടെ ഉള്ളിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് തന്നെ മതി. പുറത്തുനിന്ന് ആരും വന്ന് ഇന്ത്യയെ താങ്ങി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ. ആ കോൺഫിഡൻസ് അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നും ഉണ്ടാവും. ഈ തീവ്രവാദികൾ 4 സ്ഥലമാണ് ചൂസ് ചെയ്തിരുന്നത്. അതിലൊന്നാണ് മോദി നടത്താനിരുന്ന ആ റെയിൽവേ പ്രോജക്ടിന്റെ ഇനോഗ്രേഷൻ. അത് നമ്പർ 1. പിന്നെ ഒരെണ്ണം കശ്മീരിൽ തന്നെയുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കായിരുന്നു, അവിടെയും നടത്താൻ പറ്റിയില്ല. പിന്നെ ഒരെണ്ണമാണ് ഈ ഒരു പെഹൽഗാമിൽ ഈ ഒരു സൈറൻ വാലി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം. അപ്പൊ ഇവിടെ വിജയകരമായിട്ട് അവർക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു സ്ഥലം കൂടെ ഉണ്ട്, അത് ഇതുവരെ കൺഫേം ആയിട്ട് ഒരു വാർത്ത പുറത്തു വന്നിട്ടില്ല. 3 സ്ഥലങ്ങളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. NIA ആ പരിസരത്ത്, ആ പെഹൽഗാം ആക്രമണം നടന്ന ആ പരിസരത്ത് ഉണ്ടായിരുന്ന ആൾക്കാരുടെ അന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിരുന്ന എല്ലാ ആൾക്കാരുടെയും വീഡിയോ ഫൂട്ടേജസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്നൊന്നായിട്ട് ഇരുന്ന് വളരെ വ്യക്തമായിട്ട് അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് വളരെ വിശദമായിട്ട് റാറ്റിഫൈ ചെയ്യുന്നുണ്ട്. ആ റാറ്റിഫിക്കേഷനിൽ വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ അതിനകത്ത് NIAക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിൽ സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആ ലോക്കൽ ഗ്രൂപ്പ്സ് ഉണ്ട്,
അതായത് കശ്മീരിനുള്ളിൽ ഈ തീവ്രവാദികളെ ഹെൽപ്പ് ചെയ്ത ലോക്കൽ ഗ്രൂപ്പ്സ്, ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ മൊബൈലിൽ നിന്നാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ നോട്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇവർ അവരുടെ മൊബൈൽ മേടിക്കും, സംസാരിക്കും, തിരിച്ച് അവരുടെ കൊടുക്കും. പിന്നെ ഇവർക്ക് സംസാരിക്കണം തോന്നുമ്പോഴത്തേക്കും ഇവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോവുക, അവരുടെ മൊബൈൽ മേടിക്കുക, ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്ന കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. ഇപ്പം NIA സൈഡിൽ നിന്നും 45 ഉദ്യോഗസ്ഥരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു കേസ് മാത്രം അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അതിലുപരിയായിട്ട് ഗുജറാത്തിൽ നിന്നും ഒരു ഫോറൻസിക് ടീം ഇപ്പൊ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരും ഇപ്പം കശ്മീരിൽ പഹൽഗാമിൽ തന്നെ ഉണ്ട്. ഈ ഒരു ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് വീണ ബുള്ളറ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ പിടിക്കപ്പെട്ട സാധനങ്ങൾ അതെല്ലാം തന്നെ അവർ വളരെ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ടീമും പോയിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളുണ്ടല്ലോ, ആ ഡിജിറ്റൽ തെളിവുകളെയൊക്കെ ഡീകോഡ് ചെയ്ത് പരിശോധിക്കാൻ പാകത്തിലുള്ള, അപ്പൊ അതുപോലെ 2 തരത്തിലുള്ള ഫോറൻസിക് ടീമുകൾ അവിടെ എത്തിയിട്ടുണ്ട്. 2 മൗണ്ടൻ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ആർമി വളഞ്ഞിരിക്കുന്നത്. ഒന്ന് ഡൂഡോ മൗണ്ടൻ, പിന്നെ സൗത്ത് കശ്മീർ ഭാഗത്തുള്ള ആ ഒരു മൗണ്ടൻ. ഈ 2 ഏരിയാസ് ആണ് ഇപ്പം ആർമിയുടെ ടാർഗറ്റിലുള്ളത്. ഇതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമി നമ്മളെ അന്വേഷിക്കും. ഇന്ത്യ വളരെ ശക്തമായിട്ട് തന്നെ അവരെ തിരയും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവര് സെൽഫായിട്ട് തന്നെ സർവേ ചെയ്യാനുള്ള കംപ്ലീറ്റ് സാധനങ്ങളും മുൻകൂട്ടി തന്നെ അറേഞ്ച് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ തീരുന്നത് വരെ സെൽഫായിട്ട് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന എത്രത്തോളം കാലം അവർ ആ മൗണ്ടനിൽ തന്നെ ഉണ്ടാവും. അതിനുള്ളിൽ നമ്മളുടെ ആർമി അവരെ കണ്ടെത്തി കഴിഞ്ഞാൽ ഓക്കെയാണ്. അതില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ പുറത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഇപ്പൊ ഇതിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വിഷയം. കാരണം നമ്മൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്ത് പിടിക്കുന്നതിലുപരിയായിട്ട് ഒരുത്തനെങ്കിലും ജീവനോടെ പിടിക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ ആർമി വിചാരിച്ചിരിക്കുന്നത്. കാരണം ഒരു സോളിഡ് എവിഡൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത്തവണ ഈ പാകിസ്ഥാനെ പൂട്ടണം എന്ന് പറഞ്ഞാൽ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി പൂട്ടണം, ഇല്ലെങ്കിൽ അവരുടെ സ്ഥലം കയ്യേറണം എന്നുള്ളതല്ല. അതിലുപരിയായിട്ട് ഗ്ലോബലി തന്നെ ഒരു ഐസൊലേഷൻ, പേരിന് വേണ്ടിയിട്ട് ഒരു ഐസൊലേഷൻ അല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടെററിസ്റ്റ് രാജ്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണിത്. അത് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് ഉപയോഗിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങളാണ് കുറച്ച് നോക്കാനുള്ളത്. അതിനകത്ത് സിറിയയില് കറക്റ്റ് ഈ ഒരു അഹമ്മദ് അൽ ഷാറ എന്ന് പറഞ്ഞ ഈ ഒരു പ്രസിഡന്റ്, താൽക്കാലിക സിറിയൻ പ്രസിഡന്റ് ജൊറാനി, ഇയാൾ താമസിക്കുന്ന ആ ഒരു ഭരണസിരാ കേന്ദ്രം എന്ന് പറയുന്ന സിറിയയുടെ ആ ഒരു ബംഗ്ലാവിന്റെ അടുത്ത് തന്നെയാണ് ഇസ്രായേൽ ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. പൊട്ടിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, 2-3 ദിവസങ്ങളായിട്ട്, അത് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ ഡ്രൂസ് കമ്മ്യൂണിറ്റിയില്ലേ, അതായത് ഈ ഒരു ഡെമസ്കസിന്റെ കുറച്ച് താഴോട്ട് ആ ഭാഗത്ത് കൊനെഡ്ര ആ ഭാഗത്തൊക്കെ താമസിക്കുന്ന ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ കൃത്യമായ രീതിയിലുള്ള ചില ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് സിറിയയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് ഇസ്രായേലിനെ ചൊറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്, ഇസ്രായേലിനെ തോണ്ടാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു പ്രവൃത്തി നടക്കുന്നത്. കാരണം ഇസ്രായേലുമായിട്ട് കൂടുതൽ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തിയതിനു ശേഷമാണ് ഈ ഒരു ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ ഈ രീതിയിലുള്ള ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടപ്പെടുന്നത്. അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇസ്രായേൽ സൂചനയായിട്ട് ആ പരിസരത്ത് 2 ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊന്നും ഇവർ വഴങ്ങുന്ന മട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇത്തവണ ഈ ഒരു പ്രസിഡന്റിന്റെ പാലസിന്റെ തൊട്ട് മുമ്പ് തന്നെ പൊട്ടിച്ചത്. അതായത് അവിടെ ഒരു സർക്കിളുണ്ട്, റോഡും ഒരു സർക്കിളും ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ട്. ആ നടുമുറ്റത്ത് തന്നെയാണ് ഇസ്രായേൽ ഒരു സൂചനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബോംബ് അങ്ങ് പൊട്ടിച്ചത്. കാരണം ഇത് ഇവിടെ ഇട്ടത് ജസ്റ്റ് തൊട്ട് മുകളിലിടാൻ, അതായത് ഈ ഒരു അഹമ്മദ് അൽ ഷാര ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റൂമിന്റെ മുകളിലിടാൻ ഇസ്രായേലിന് വലിയ സമയതാമസമൊന്നും വേണ്ട, ആ സൂചനയാണ് കൊടുത്തത്. US തുടർച്ചയായിട്ടും ഉക്രൈനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള വാർത്തകളാണ് ഒരു സൈഡിൽ കൂടെ നമുക്ക് ലീക്ക് ആകുന്നത്. US ഉക്രൈനെ ഇനി കൂടുതലായിട്ട് പിന്തുണയ്ക്കാനുള്ള ചില തീരുമാനങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ചില റഷ്യയുടെ മേളിൽ ഒരു പ്രഷർ ഇടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. തുടർച്ചയായിട്ട് പിന്തുണയ്ക്കും എന്നുള്ള നിലയിലുള്ള ചില തീരുമാനങ്ങൾ അമേരിക്ക ആ രീതിയിലേക്ക് അമേരിക്കയുടെ ഒരു ഡിപ്ലോമസി പഴയതുപോലെ മാറ്റിക്കൊണ്ടു പോകുന്നതായിട്ട് ചെറിയ സൂചനകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ തീർച്ചയായിട്ടും റഫാൽ ഫൈറ്റർ ജെറ്റ്, ഇന്ത്യയുടെ റഫാൽ ഫൈറ്റർ ജെറ്റിനെ പാകിസ്ഥാൻ പേടിക്കുന്നുണ്ട്. 100% ഉറപ്പാണ്. റഫാൽ തന്നെയാണ് അവരുടെ പേടി. കാരണം റഫാൽ എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റിന് ബോർഡർ ക്രോസ് ചെയ്യണ്ട, ഇവിടെ തന്നെ ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഈ സിയാൽകോട്ടിൽ അന്ന് നമ്മൾ ബോർഡർ ബ്രീച്ച് ചെയ്ത് പാകിസ്ഥാന്റെ ഉള്ളിൽ നമ്മൾ 30 നിമിഷം നമ്മൾ സ്പെൻഡ് ചെയ്ത സമയത്ത് 150 കിലോമീറ്റർ അപ്പുറത്തുള്ള F-16 പ്രസൻസ് റഫാൽ ഫൈറ്റർ ജെറ്റ് ഡിറ്റക്ട് ചെയ്തിരുന്നു. റഫാലിന്റെ റഡാറിൽ F-16 വന്നതാണ്. F-16 എന്തുകൊണ്ടാണ് അമേരിക്ക S-400 പരിധിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പാകിസ്ഥാനെ നിർദ്ദേശിച്ചത്? അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ റഷ്യയാണ്. റഷ്യയുടെ S-400 വെച്ചിട്ട് റഷ്യ ഉക്രൈൻ വാറിന്റെ ഇടയിൽ ഉക്രൈന്റെ 2 F-16 പോർ വിമാനങ്ങൾ റഷ്യയുടെ S-400 അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട്. ഈ ഒരു സംഭവം നിലനിൽക്കുന്നത് കൊണ്ടാണ് അമേരിക്ക പേടിക്കുന്നത്. ഇന്ത്യയിൽ S-400 ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ S-400 കൂടെ ഇനിയൊരു F-16 ആക്രമണം കൂടി അമേരിക്കയ്ക്ക് സഹിക്കാൻ വയ്യ. അതുകൊണ്ടാണ് അവർ മാറ്റി നിർത്താൻ പറഞ്ഞത്. ഇറാൻ JCPOA കരാർ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് എന്താണ് പറയുന്നത് പറഞ്ഞാല്, പഴയ കരാർ എന്തായിരുന്നോ അതേപോലത്തെ JCPOA കരാറാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്, ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഉപരിയായിട്ട് 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ശനിയാഴ്ച നടക്കാനിരിക്കുന്ന ഈ ആഴ്ചത്തെ ഇറാൻ അമേരിക്ക മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്.
ഇനി പോസ്റ്റ്പോൺ ചെയ്തതാണോ റദ്ദാക്കിയതാണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണെന്നുള്ള വാർത്ത വരുന്നത്. ഇറാൻ പറഞ്ഞിരിക്കുന്നത്, അതായത് ഇനി അമേരിക്കയുടെ താല്പര്യമാണ്. അമേരിക്ക ഇതുപോലെ ഭീഷണി മുഴക്കിക്കൊണ്ടുള്ള ചർച്ചയ്ക്ക് വിളിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല എന്നുള്ള തീരുമാനമാണ് ഇറാൻ എടുത്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് അമേരിക്ക വീണ്ടും സാങ്ഷൻസ്, ഇറാന്റെ മേളിൽ അതിരൂക്ഷമായ നിലയിലുള്ള സാങ്ഷൻസ് ആണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇറാനുമായിട്ട് പെട്രോ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട്, ഓയിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ കച്ചവടം നടത്തുന്ന മറ്റുള്ള രാജ്യങ്ങളുണ്ടെങ്കിൽ അവർക്കും കൂടി ഞങ്ങൾ സാങ്ഷൻസ് ഇടുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതായത് ഇറാനുമായിട്ട് ഇനി ബന്ധം വെക്കുന്ന മറ്റുള്ള രാജ്യങ്ങൾക്കും കൂടി സാങ്ഷൻസ് ഉണ്ടാവും എന്നാണ് അമേരിക്ക പറയുന്നത്. ഇതൊക്കെ എന്നിട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഏത് രീതിയിലുള്ള സാങ്ഷൻസ് കൊണ്ടുവന്നാലും ഞങ്ങളുടെ ഓയിൽ കച്ചവടം, പെട്രോ കെമിക്കൽ കച്ചവടം ഇതൊക്കെ ഞങ്ങൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കും എന്നാണ് ഇറാൻ ഒരു സൈഡിൽ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഇറാൻ അമേരിക്ക ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള മൊമെന്റിലൂടെയാണ് കടന്നു പോകുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്ത് 2 സ്ഥലങ്ങളും കൂടെ, റംലി എന്ന് പറഞ്ഞൊരു സ്ഥലം, ലാട്രോൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലം, ഈ രണ്ട് സ്ഥലത്തേക്കും കൂടെ കാട്ടുതീ എക്സ്പാൻഡ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആൾക്കാരെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് തീ അണയ്ക്കുമ്പോഴത്തേക്കും മറ്റൊരു സ്ഥലത്ത് പകർന്നു പറന്ന് പോകുന്ന അവസ്ഥയാണ്. പക്ഷേ ഈ തീ അണയ്ക്കുന്ന ആൾക്കാർ, ആ റെസ്ക്യൂ ടീം പറഞ്ഞിരിക്കുന്നത് നമ്മൾ മാക്സിമം ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ട്, അവരുടെ ബെസ്റ്റ് ആണ് അവർ കൊടുത്തോണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സർവീസ് തുടർന്ന് നടക്കുകയാണ്. ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ഈ കാട്ടുതീയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു സിറ്റുവേഷൻസ് നോർമലൈസ്ഡ് ആവും എന്നാണ് പറയുന്നത്. ഇറാന്റെയും സിറിയയുടെയും ഈ ഒരു അസാദ് റെജീമിന്റെ ആ ഒരു പ്ലാൻ തകർന്നത്, അതിനൊരു ഡോക്യുമെന്റ് ലീക്ക് ആയിട്ടുണ്ട്. ആ ഡോക്യുമെന്റ് പറയുന്നത് മാർഷാൽ പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പദ്ധതി പ്രകാരം ഇറാന് ശരിക്കും സിറിയയിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അതായത് ഏതാണ്ട് 400 ബില്യണോളം മുടക്കിയിട്ടാണ് ഈ ഒരു പദ്ധതി, ഈ ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇവർ കൊണ്ടുവന്നത്. ഇതിനകത്ത് എക്കണോമിക് ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ ഈ രാജ്യത്തിന്റെ മിലിറ്ററി ഇൻട്രസ്റ്റ്, ഈ രണ്ടിലും തന്നെ ഇറാന് നല്ല രീതിയിലുള്ള ശക്തമായ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഈ ഒരു ഡോക്യുമെന്റ് പറയുന്നത്. ഇത് ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിനെയാണ്. ഇസ്രായേലിനെ എയിം ചെയ്തുകൊണ്ടാണ് ഇറാൻ സിറിയയിലോട്ട് വന്നതായിട്ട് ഈ ഒരു ഡോക്യുമെന്റ് പറയുന്നത്. നമ്മൾ കുറച്ച് സമഗ്രമായ വാർത്തകളാണ് ഇതിനകത്ത് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.